1983 മെയ് 19 സ്പ്രിംഗ്ഫീൽഡ്, ഓറിഗൺ. രാത്രി 10 മണി കഴിഞ്ഞു കാണും. 28 വയസ്സുള്ള ഡയാൻ ഡൗൺസ് എന്ന സ്ത്രീ അവരുടെ 3 മക്കളുമായി കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. സ്പ്രിംഗ്ഫീൽഡിലുള്ള ഒരു സുഹൃത്തിനെ കണ്ടതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു അവർ. എളുപ്പത്തിൽ വീട്ടിലെത്താനായി ഒരു ഷോർട്ട് കട്ട് എടുത്ത ഡയാൻ അധികം വാഹനങ്ങളൊന്നും വരാത്ത ഒറ്റപ്പെട്ട ഒരു റോഡിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് റോഡിന് നടുക്കായി ഒരാൾ നിൽക്കുന്നത് ഡയാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ തിരിഞ്ഞു നിൽക്കുകയാണെന്നും കാർ വരുന്നത് കണ്ടിട്ടില്ല എന്നും കരുതി ഡയാൻ ഹോൺ അടിച്ചു നോക്കിയെങ്കിലും അയാൾ റോഡിൽ നിന്നും മാറിയതേയില്ല. കാർ അയാളുടെ അടുത്തെത്തും തോറും ഡയാന് ഒരു കാര്യം മനസ്സിലായി. അയാൾ തിരിഞ്ഞു നിൽക്കുകയല്ല, മുഖം മൂടി ധരിച്ചതുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നിയതാണ്. മാത്രമല്ല, അയാളുടെ കയ്യിലൊരു പിസ്റ്റളുമുണ്ട്. തങ്ങളെ ആക്രമിക്കുകയാണ് അയാളുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ ഡയാൻ പെട്ടെന്ന് തന്നെ കാർ നിർത്തി. അപ്പോഴേക്കും കാർ അയാളുടെ അടുത്തെത്തി കഴിഞ്ഞിരുന്നു. അജ്ഞാതനായ ആ മനുഷ്യൻ തോക്ക് ചൂണ്ടിക്കൊണ്ട് കാറിനടുത്തെത്തുകയും ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡയാനെ വലിച്ച് താഴെ ഇറക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഡയാൻ കാർ ഓഫാക്കി കീ കയ്യിലെടുത്തിരുന്നു. കാറിന്റെ കീ തരാൻ പറഞ്ഞ് അയാൾ അലറി നിലവിളിച്ചു. എന്നാൽ ഡയാൻ കീ കൊടുക്കാൻ തയ്യാറായില്ല. ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അജ്ഞാതനായ ആ മനുഷ്യൻ ഡയാന്റെ ഇടത് കൈയിൽ ഷൂട്ട് ചെയ്തു. അതിനുശേഷം കാറിനകത്തുണ്ടായിരുന്ന ഡയാന്റെ 3 കുട്ടികളെയും വെടിവെച്ച് വീഴ്ത്തി. നടന്നതെന്താണെന്ന് പോലും അറിയാതെ വെടിയേറ്റ് നിലത്ത് കിടക്കുകയായിരുന്ന ഡയാന് നേരെ അയാൾ വീണ്ടും വന്നു. പെട്ടെന്നായിരുന്നു അവൾ കാറിന്റെ കീ അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് എറിഞ്ഞത്. ദേഷ്യം വന്ന അയാൾ ഡയാനെ ചവിട്ടിയതിനു ശേഷം കീ തിരഞ്ഞു കണ്ടുപിടിക്കാനായി ആ കുറ്റിക്കാട്ടിലേക്ക് പോയി. എന്നാൽ ഡയാൻ കീ വലിച്ചെറിയുന്നത് പോലെ കാണിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. കീ അവളുടെ കയ്യിൽ തന്നെയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നിലത്തു നിന്നും എഴുന്നേറ്റ ഡയാൻ കാറിനകത്ത് കയറുകയും കാർ സ്റ്റാർട്ടാക്കി അവിടെ നിന്നും വേഗത്തിൽ പോവുകയും ചെയ്തു. കുട്ടികൾക്ക് എന്തു സംഭവിച്ചു എന്ന് പോലും നോക്കാൻ നിൽക്കാതെ ഡയാൻ കാറുമായി അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കുതിച്ചു. സ്പ്രിംഗ്ഫീൽഡിലെ മക്കൻസി വിലാമെറ്റ് മെഡിക്കൽ സെന്ററിലാണ് ഡയാനും കുട്ടികളും ചികിത്സ തേടിയെത്തിയത്. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഡയാന്റെ 7 വയസ്സുള്ള മകൾ ഷെറിൽ ഡൗൺസ് മരണപ്പെട്ടിരുന്നു. 8 വയസ്സുള്ള ക്രിസ്റ്റിക്ക് സ്ട്രോക്ക് വരികയും സംസാരിക്കാൻ കഴിയാതാവുകയും ചെയ്തു. 3 വയസ്സുള്ള ഡാനിയുടെ ഇടുപ്പിന് താഴെ തളർന്നുപോയി. ഡയാന്റെ കയ്യിൽ മാത്രമാണ് വെടിയേറ്റത് എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യമായ അപകടമൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. സംഭവമറിഞ്ഞ പോലീസ് ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഡയാൻ നടന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു. കില്ലർ ആരാണെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നിങ്ങൾക്കാരെയെങ്കിലും സംശയമുണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ഡയാൻ ഒരു പേര് പറഞ്ഞു: വെസ്ലി ഫ്രെഡറിക്സൺ. ഈ വെസ്ലി വേറെയാരുമല്ല, ഡയാന്റെ അച്ഛനായിരുന്നു. ടീനേജ് പ്രായത്തിൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്ന വെസ്ലിയെയാണ് തനിക്ക് സംശയമെന്ന ഡയാന്റെ വെളിപ്പെടുത്തൽ മൊത്തം പോലീസ് ടീമിനെയും ഞെട്ടിച്ചു കളഞ്ഞു. 1983 അമേരിക്കയെ മുഴുവൻ ഞെട്ടിച്ച ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഏപ്രിൽ 11 അമേരിക്കയിലെ അരിസോണ സ്റ്റേറ്റിലുള്ള ഫീനിക്സ് സിറ്റിയിൽ വെച്ചാണ് വെസ്ലി ഫ്രെഡറിക്സണും വില ഡെയ്നും വിവാഹിതരായത്. 1 വർഷത്തിനു ശേഷം 1955 ഓഗസ്റ്റ് 7 ഇരുവരുടെയും മകളായി ഡയാൻ ഡൗൺസ് എന്ന എലിസബത്ത് ഡയാൻ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ ഡയാന് അവളുടെ അച്ഛൻ വെസ്ലി ഫ്രെഡറിക്സനെ ഇഷ്ടമായിരുന്നില്ല. എന്തിനും ചീത്ത പറയുന്ന, സ്ട്രിക്റ്റായി പെരുമാറുന്ന ഒരു വ്യക്തിയാണ് ഫ്രെഡറിക്സൺ. അതുപോലെ അമ്മ അച്ഛനോടൊപ്പമാണ് ധാരാളം സമയം ചിലവഴിക്കുകയുള്ളൂ. തന്നെ സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതും ഡയാനിൽ മാനസിക വിഷമമുണ്ടാക്കിയിരുന്നു. അതുപോലെ ഡയാൻ ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അവൾക്ക് ഒരു വിധത്തിലും പാരന്റ്സ് ഫ്രീഡം അനുവദിച്ചിരുന്നില്ല. ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കണമെങ്കിൽ പോലും പാരന്റ്സിന്റെ പെർമിഷൻ വേണമായിരുന്നു. ഇതോടെ മനസ്സുമടുത്ത ഡയാൻ 14-ാം വയസ്സിൽ തന്നെ വീട്ടിൽ നിന്നും മാറി ഹോസ്റ്റലിൽ താമസിക്കാൻ തുടങ്ങി. മൂൺ വാലി ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഡയാന്റെ കൂടെ പഠിച്ചിരുന്ന സ്റ്റീവ് ഡൗൺസ് എന്നൊരു പയ്യനുമായി ഡയാൻ അടുപ്പത്തിലായി. എന്നാൽ ആ റിലേഷൻഷിപ്പും പാരന്റ്സ് എതിർത്തു. കൂടുതൽ എതിർപ്പ് ഡയാന്റെ അച്ഛനായ വെസ്ലി ഫ്രെഡറിക്സണായിരുന്നു. ആ സമയം ഡയാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ശ്രമിച്ചിരുന്നതാണ്. പക്ഷെ പിന്നീട് അവൾ ഒരു തീരുമാനമെടുത്തു. ഇത് എന്റെ ലൈഫാണ്, എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞ് സ്റ്റീവുമായുള്ള അടുപ്പം അവൾ തുടർന്നു കൊണ്ടുപോയി. ഹയർ സ്റ്റഡീസിനായി കാലിഫോർണിയയിലുള്ള പസഫിക് ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്ത ഡയാന് പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം പാരന്റ്സിനോടുള്ള മുഴുവൻ ദേഷ്യവും അവളുടെ സ്വഭാവത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങിയിരുന്നു.
കോളേജിൽ ജൂനിയേഴ്സായ കുട്ടികളെ ക്രൂരമായി റാഗ് ചെയ്തു എന്ന കുറ്റത്തിന് ഡയാനെയും കൂട്ടുകാരെയും കോളേജിൽ നിന്നും പുറത്താക്കി. ഇതേസമയം പഠനം പൂർത്തിയാക്കിയ സ്റ്റീവ് ഡൗൺസിന് അമേരിക്കൻ നേവിയിൽ ജോലി ലഭിച്ചതോടെ 1973 നവംബർ 13 ഡയാനും സ്റ്റീവും വിവാഹം കഴിച്ച് ഒരുമിച്ചുള്ള ജീവിതം ആരംഭിച്ചു. 1980 വരെയുള്ള 7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഇരുവർക്കും 3 കുട്ടികൾ ജനിച്ചു. വളരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ടു പോയിരുന്നത്. ഇതിനിടയിൽ ഡയാന്റെ പാരന്റ്സും മകളുടെ ഇഷ്ടത്തെ അംഗീകരിച്ച് അവരോട് നല്ല അടുപ്പം സ്ഥാപിച്ചിരുന്നു. എന്നാൽ 1980 സ്റ്റീവിനും ഡയാനുമിടയിൽ തുടർച്ചയായി വഴക്കുകൾ ഉണ്ടാവാൻ തുടങ്ങി. എന്താണതിന്റെ കാരണമെന്ന് മറ്റാർക്കും അറിയില്ലായിരുന്നു. അതേ വർഷം തന്നെ ഇരുവരും ഡിവോഴ്സായി. പിന്നീടുള്ള 3 വർഷക്കാലം ഡയാൻ തനിച്ചായിരുന്നു അവളുടെ 3 കുട്ടികളെയും വളർത്തിക്കൊണ്ടുവന്നത്. ഇതിനിടയിൽ അമേരിക്കൻ പോസ്റ്റൽ സർവീസിൽ ഡയാന് ഒരു ജോലിയും ലഭിച്ചു. ഇങ്ങനെ കഷ്ടപ്പാടുകൾക്കിടയിലും ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നത്. 1983 മെയ് 19 രാത്രി ഡയാനും കുട്ടികളും ആക്രമിക്കപ്പെട്ടു. അതിൽ ഡയാന്റെ രണ്ടാമത്തെ കുട്ടിയായ ഷെറിൽ മരിക്കുകയും മറ്റുള്ള കുട്ടികൾ ഗുരുതര പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് ഡയാൻ അവളുടെ അച്ഛന്റെ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. 14 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛനായ വെസ്ലി ഫ്രെഡറിക്സൺ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ഈ കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ പുറത്തറിയിച്ച് കൂടുതൽ സംസാര വിഷയമാക്കണ്ട എന്നും പറഞ്ഞ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചുവെന്നും ഡയാൻ പറയുന്നു. ഇതിനെ തുടർന്നാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് താമസം മാറ്റിയത്. പിന്നീട് അച്ഛന് എന്നോട് വല്ലാത്ത പകയായി. എന്റെ കുടുംബജീവിതം തകർത്തതും ഇപ്പോൾ എന്നെയും എന്റെ കുട്ടികളെയും കൊല്ലാൻ ശ്രമിച്ചതും എന്റെ അച്ഛൻ തന്നെയായിരുന്നു എന്നും ഡയാൻ പോലീസുകാരോട് വെളിപ്പെടുത്തി. ആക്രമണത്തിൽ ഒരു കുട്ടി മരിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ കൊലപാതകത്തിന് കേസെടുത്ത പോലീസ് അവരുടെ അന്വേഷണം ആരംഭിച്ചു. ഇതേസമയം ഡയാന്റെ അച്ഛനായ വെസ്ലി ഫ്രെഡറിക്സൺ ഹോസ്പിറ്റലിലെത്തി. വെസ്ലിയാണ് തങ്ങളെ ആക്രമിച്ചത് എന്ന് ഡയാൻ പോലീസുകാരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ വിവരം ഹോസ്പിറ്റൽ ജീവനക്കാർക്കറിയില്ല. ഡയാന്റെ അച്ഛനാണെന്നറിഞ്ഞതോടെ ഹോസ്പിറ്റലിലെ ഒരു നഴ്സ് അയാളോട് കുട്ടികളുടെ അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തു. ഒരു കുട്ടി മരിച്ചുവെന്നും മറ്റു 2 പേർ ഗുരുതരാവസ്ഥയിലാണ് എന്നും അറിഞ്ഞതോടെ വെസ്ലി ഫ്രെഡറിക്സൺ കരഞ്ഞുകൊണ്ട് ഒരു ചെയറിലിരുന്നു. കുറച്ചു സമയത്തിനകം ഡയാന് എങ്ങനെയുണ്ട് എന്ന് അയാൾ ചോദിച്ചു. അവർക്ക് കയ്യിൽ മാത്രമേ വെടിയേറ്റിട്ടുള്ളൂ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് ആ നഴ്സ് പറഞ്ഞതോടെ വെസ്ലി ഫ്രെഡറിക്സന്റെ മുഖം മാറി. കരഞ്ഞുകൊണ്ട് ചെയറിലിരിക്കുകയായിരുന്ന അയാൾ കണ്ണുനീര് തുടച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ഡയാൻ കിടക്കുന്ന റൂമിലേക്ക് പോയി. അവളെ തന്നെ വളരെ നേരം ദേഷ്യത്തോടെ നോക്കി നിന്നു. അതിനോടകം ഡയാന്റെ മൊഴിയെടുത്തതിനു ശേഷം പോലീസ് അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. പിന്നീട് വെസ്ലി ഫ്രെഡറിക്സനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് മൊഴിയെടുത്തിരുന്നു. പക്ഷേ ഡയാൻ കില്ലറിന്റെ മുഖം കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടും അച്ഛനുമേൽ സംശയം മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടും മൊഴിയെടുത്തതിനു ശേഷം പോലീസ് അയാളെ വിട്ടയച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ഈ കേസ് വലിയ വാർത്തയായി. കില്ലറിനെ കണ്ടെത്താൻ കഴിയാത്ത പോലീസ് വലിയ പഴിയും കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ വെസ്ലിയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പോലീസിന് കില്ലറിനെ കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചു കഴിഞ്ഞിരുന്നു എന്ന് ആർക്കും അറിയില്ലായിരുന്നു. പറ്റിയൊരു അവസരത്തിനായി പോലീസ് കാത്തിരിക്കുകയായിരുന്നു എന്ന് മാത്രം. ഈ അക്രമ സംഭവം നടന്ന 3-ാം നാൾ മക്കൻസി വില്ലാമെറ്റ് മെഡിക്കൽ സെന്ററിൽ നിന്നും പോലീസുകാർക്ക് ഒരു ഫോൺ കോൾ വന്നു. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു നഴ്സാണ് വിളിച്ചത്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഡയാനും കുട്ടികളും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന്റെ അടുത്ത ദിവസം ഡയാൻ ഡോക്ടറോട് ഒരു കാര്യം ചോദിച്ചു. ഡോക്ടർ, എനിക്ക് കൂടുതൽ പരിക്കുകളൊന്നുമില്ലാത്തതുകൊണ്ട് ഇനി ഞാനിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? പോയിട്ട് എനിക്ക് ചില ജോലികൾ ചെയ്തു തീർക്കാനുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞത്. ഇത് കേട്ടതും ഡോക്ടേഴ്സും ഞങ്ങളും ഷോക്കായി. ഒരു കുട്ടി മരിക്കുകയും മറ്റു 2 പേർ മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മയ്ക്ക് ഇങ്ങനെ പറയാൻ കഴിയുമോ? അതുപോലെ ശരീരം തളർന്ന് സംസാരിക്കാൻ കഴിയാതായ ക്രിസ്റ്റിയെ ICUവിൽ കാണാനെത്തിയ ഡയാൻ അവളുടെ ചെവിയിൽ എന്തോ പറഞ്ഞപ്പോഴേക്കും ക്രിസ്റ്റിയുടെ ഹൃദയമെടുപ്പ് കൂടി വന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നുവെന്നും എന്തോ അവരുടെ പ്രവൃത്തികളിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുമായിരുന്നു ആ നഴ്സ് പോലീസുകാരോട് പറഞ്ഞത്. ഉടനെ തന്നെ പോലീസ് ഡയാനെ കാണാനോ അവളെ ചോദ്യം ചെയ്യാനോ അല്ല പോയത്, മറിച്ച് ഡയാന്റെ എക്സ് ഹസ്ബൻഡായ സ്റ്റീവ് ഡൗൺസിനെ കാണാനാണ്. ഡയാന്റെ സ്വഭാവം, അവളെ ഡിവോഴ്സ് ചെയ്യാനുണ്ടായ കാരണം ഇതൊക്കെയായിരുന്നു പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത്. കാരണം ഹൈസ്കൂൾ കാലഘട്ടം തൊട്ട് ഡയാനെ അടുത്തറിയുന്ന വ്യക്തിയാണ് സ്റ്റീവ് പോലീസുകാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ ഞങ്ങൾ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഡയാൻ അവൾ കുടുംബത്തിൽ നിന്ന് നേരിടുന്ന അവഗണനകളെക്കുറിച്ച് തന്നോട് പറഞ്ഞിരുന്നതാണ്. എനിക്ക് അവളോടുള്ള സോഫ്റ്റ് കോർണറാണ് പിന്നീട് പ്രണയമായി മാറിയതും അത് വിവാഹത്തിലെത്തിയതും. ആദ്യത്തെ കുറച്ചു വർഷമൊന്നും ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. 2 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞതിനു ശേഷം പിന്നീട് തുടർച്ചയായി പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി.
ഞാൻ എന്തു ചെയ്താലും പരാതി പറയും, വഴക്കിടും. എന്നെ അവൾക്ക് ഇഷ്ടമേ അല്ലാത്ത അവസ്ഥയിലെത്തി. ഡയാന് മാർക്ക് സാഗർ എന്നൊരു കാമുകനുണ്ടെന്നുള്ള വിവരം വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. 1979 ഞങ്ങൾക്ക് ജനിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന മൂന്നാമത്തെ കുട്ടി ഡാനി ഡയാന് അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയാണെന്നും ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് പിന്നീട് ഞങ്ങളുടെ ഡിവോഴ്സിൽ അവസാനിച്ചത് എന്നുമായിരുന്നു സ്റ്റീവ് പോലീസുകാരോട് പറഞ്ഞത്. ഇതുകൂടാതെ വളരെ ഷോക്കിംഗ് ആയ മറ്റൊരു കാര്യം കൂടി സ്റ്റീവ് വെളിപ്പെടുത്തി. ഞങ്ങൾക്കിടയിൽ വഴക്ക് വരുമ്പോഴെല്ലാം ഡയാൻ അവളുടെ കയ്യിലുള്ള ഒരു പിസ്റ്റൾ എടുത്ത് എനിക്ക് നേരെ ചൂണ്ടി ഭീഷണിപ്പെടുത്തുമെന്നായിരുന്നു ആ വെളിപ്പെടുത്തൽ. സ്റ്റീവിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിനു ശേഷം പോലീസ് നേരെ പോയത് ഡയാൻ താമസിച്ചിരുന്ന വീട്ടിലേക്കായിരുന്നു. ആ വീടിനകത്ത് നടത്തിയ പരിശോധനയിൽ ഡയാന്റെ റൂമിൽ ബെഡിനടിയിൽ നിന്നും ഒരു ബുള്ളറ്റ് കണ്ടെത്തി. പോലീസ് വീട്ടിൽ പരിശോധന നടത്തിയ വിവരമറിഞ്ഞ ഡയാൻ പേടിച്ചൊന്നുമില്ല. മറിച്ച് ന്യൂസ് ചാനലുകൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു. യഥാർത്ഥ കില്ലറിനെ പിടിക്കാൻ കഴിയാത്ത പോലീസ് ഇപ്പോൾ എന്നെയാണ് സംശയിക്കുന്നത് എന്നും കഴിവുകെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്നും പറഞ്ഞ് പോലീസിനെതിരെ ശക്തമായ രീതിയിൽ അവൾ സംസാരിച്ചു. ഈ ഇന്റർവ്യൂ വലിയ വിവാദങ്ങളുണ്ടാക്കിയതോടെ ഡയാന്റെ അച്ഛനായ വെസ്ലി ഫ്രെഡറിക്സൺ മാധ്യമങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത് മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തി. പോലീസിന്റെ സംശയങ്ങളെല്ലാം സത്യമാണെന്നും എനിക്കും എന്റെ മകളെ തന്നെയാണ് സംശയമെന്നും പറഞ്ഞ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി ചോദിച്ചു. കില്ലർ ആ ചെറിയ കുട്ടികളെ ഒരു ദയയുമില്ലാതെ നെഞ്ചിൽ തന്നെ ഷൂട്ട് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ഡയാന്റെ ഇടത് കൈയിൽ ജീവന് അപായമുണ്ടാകാത്ത വിധം ഷൂട്ട് ചെയ്തത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സ്വന്തം അച്ഛൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ നടത്തിയതോടെ പൊതുജനങ്ങൾ ആശയക്കുഴപ്പത്തിലായി. യഥാർത്ഥ കില്ലർ ആരാണ് എന്നറിയുന്നതിനുള്ള ആകാംക്ഷയിലായിരുന്നു എല്ലാവരും. ഇതേസമയം ക്രൈം സീൻ പരിശോധിച്ച് തെളിവുകൾ കളക്ട് ചെയ്ത ബാലിസ്റ്റിക് എക്സ്പെർട്ടുകൾ നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തി. വെടിയേറ്റ കുട്ടികളുടെ ദേഹത്തു നിന്നും റിമൂവ് ചെയ്ത ബുള്ളറ്റുകളും ഡയാന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തിയ ബുള്ളറ്റും 22 കാലിബർ പിസ്റ്റളിൽ ഉപയോഗിക്കുന്നതാണ് എന്നതായിരുന്നു കണ്ടെത്തൽ. അധികം വൈകാതെ തന്നെ ഡയാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനുശേഷം ക്രൈം സീനിലെത്തിച്ച് അന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒരു ഡെമോ കാണിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ തുടക്കത്തിൽ നിന്ന സ്ഥലത്തു നിന്നും വിറയ്ക്കുകയല്ലാതെ ഡയാന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ചുനേരം കഴിഞ്ഞ് ഒരു വിധത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഡയാൻ പറഞ്ഞു തുടങ്ങി. കില്ലർ കാർ തടഞ്ഞു നിർത്തിയതിനു ശേഷം ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞാൻ കാറിൽ നിന്നും ഇറങ്ങാതെ ഗ്ലാസ് മാത്രം താഴ്ത്തി കാര്യമെന്താണെന്ന് ചോദിച്ചു. അതിനയാൾ കാറിൽ നിന്നും എല്ലാവരും പുറത്തിറങ്ങാനും കീ തരാനും ആവശ്യപ്പെട്ടു. എന്നാൽ ഞാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതോടെ അയാൾ പിസ്റ്റൾ ഉപയോഗിച്ച് എന്റെ 3 കുട്ടികളെയും ഷൂട്ട് ചെയ്തു. ഭയന്നുപോയ ഞാൻ വേഗത്തിൽ അവിടെ നിന്നും കാർ മുന്നോട്ടെടുത്തു. അപ്പോഴാണ് അയാൾ എന്നെയും ഷൂട്ട് ചെയ്തത്. കാർ അനങ്ങിത്തുടങ്ങിയതുകൊണ്ടാണ് ഭാഗ്യത്തിൽ എനിക്ക് മാത്രം ഇടതു കൈയിൽ വെടിയേറ്റത്. ഇതായിരുന്നു ഡയാന്റെ പുതിയ മൊഴി. ഇത് കേട്ടതോടെ പോലീസുകാർക്ക് ദേഷ്യം വന്നു. കാരണം ഹോസ്പിറ്റലിൽ നിന്നും ഡയാൻ പറഞ്ഞ മൊഴി കാറിൽ നിന്നും വലിച്ചു പുറത്തിറക്കി അവളെയാണ് കില്ലർ ആദ്യം ഷൂട്ട് ചെയ്തത് എന്നും അതിനുശേഷമാണ് കുട്ടികളെ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുമാണ്. അതുപോലെ കാറിന്റെ കീ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെ അഭിനയിച്ച് കില്ലറിനെ കബളിപ്പിച്ചു എന്നും അവൾ പറഞ്ഞിരുന്നു. എന്നാൽ ഞാനന്ന് ആക്രമിക്കപ്പെട്ടതിന്റെ ഷോക്കിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ പറഞ്ഞതാണ് സത്യമെന്ന് പറഞ്ഞ് ഡയാൻ രണ്ടാമത്തെ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു. പക്ഷേ ഫോറൻസിക് എവിഡൻസുകളൊന്നും ഡയാന്റെ മൊഴിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാറിലിരുന്നായിരുന്നു ഡയാന് വെടിയേറ്റതെങ്കിൽ ഡ്രൈവേഴ്സ് സീറ്റിൽ ചോര തെറിച്ചതായി കാണണം. എന്നാൽ കയ്യിലെ ചോര ഒലിച്ചിറങ്ങിയതിന്റെ ലക്ഷണങ്ങളല്ലാതെ ഡ്രൈവേഴ്സ് സീറ്റിൽ ഒരു ബ്ലഡ് സ്പാറ്ററും കാണുന്നില്ല. അതിനാൽ കാറിന് പുറത്തു നിന്നാണ് ഡയാന് വെടിയേറ്റിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. അതുപോലെ ഡയാൻ ഹോസ്പിറ്റലിലേക്ക് വളരെ സ്ലോ ആയിട്ടാണ് കാർ ഓടിച്ചു പോയത് എന്നും ഒരു ഐ വിറ്റ്നസ് പോലീസിന് മൊഴി കൊടുത്തു. 10 km/h താഴെ മാത്രം സ്പീഡിലാണ് ആ കാർ പോയത് എന്നാണ് ഐ വിറ്റ്നസിന്റെ മൊഴി. കില്ലറിൽ നിന്നും രക്ഷപ്പെട്ട് അതിവേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് പോയി എന്നായിരുന്നു ഡയാൻ പറഞ്ഞിരുന്നത്. കുട്ടികളുടെ മരണം ഉറപ്പിക്കാനാണ് അവൾ പതിയെ പോയത് എന്ന് വ്യക്തമാണ്. ഇതിനിടയിൽ ഡയാന് അവൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് പുതിയൊരു കാമുകനുണ്ടെന്നും വിവാഹിതനായ അയാളുടെ പേര് റോബർട്ട് എന്നാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഉടനെ തന്നെ റോബർട്ടിനെ കണ്ടെത്തിയ പോലീസ് അയാളെ വിശദമായി ചോദ്യം ചെയ്തു. ഡയാനുമായി രഹസ്യബന്ധമുണ്ടായിരുന്നു എന്ന് സമ്മതിച്ച റോബർട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് കേസിൽ നിർണായകമായി. അടുത്തിടെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ഡയാൻ നിർബന്ധിച്ചിരുന്നു. ഞാൻ സമ്മതിക്കാതായപ്പോൾ എന്റെ കുട്ടികളാണോ വിവാഹത്തിന് തടസ്സമെന്ന് അവൾ ചോദിച്ചു. അതുപോലെ നിന്റെ ഭാര്യയെ കൊല്ലാൻ ഞാൻ തയ്യാറാണ് എന്ന് ഡയാൻ എന്നോട് പറഞ്ഞിരുന്നുവെന്നും ഭയന്നുപോയ ഞാൻ കഴിഞ്ഞ കുറെ ദിവസമായി അവളുമായി അകൽച്ച പാലിച്ചിരുന്നുവെന്നുമായിരുന്നു റോബർട്ട് പോലീസുകാരോട് വെളിപ്പെടുത്തിയത്. ഇതോടെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്ന് പോലീസിന് വ്യക്തമായി. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഡയാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന പിസ്റ്റൾ മാത്രം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല.
മാസങ്ങൾ നീണ്ടുപോയ അന്വേഷണത്തിനൊടുവിൽ 1984 ഫെബ്രുവരി 28 ഡയാനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. അപ്പോഴേക്കും ഈ സംഭവം നടന്നിട്ട് 9 മാസങ്ങൾ കഴിഞ്ഞിരുന്നു. വിചാരണ സമയത്തും ഡയാൻ അവളുടെ അച്ഛനുമേൽ തന്നെയാണ് കുറ്റം ആരോപിച്ചത്. ലൈംഗിക പീഡനത്തിന്റെ കഥയും അവൾ വെളിപ്പെടുത്തി. എന്നാൽ അങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നും ഡയാൻ കേസ് വഴിതിരിച്ചുവിടാനായി നുണ പറയുകയാണ് എന്നുമായിരുന്നു ഡയാന്റെ പാരന്റ്സ് കോടതിയെ അറിയിച്ചത്. അതുപോലെ വളരെ നിർണായകമായ മറ്റൊരു ഐ വിറ്റ്നസിന്റെ മൊഴി കൂടി ലഭിച്ചതോടെ കാര്യങ്ങളിൽ വ്യക്തത വന്നു. 9 മാസത്തോളം ട്രീറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരുന്ന ഡയാന്റെ 8 വയസ്സുള്ള മൂത്ത മകൾ ക്രിസ്റ്റിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടി. തന്റെ അമ്മ തന്നെയാണ് സഹോദരിയെ കൊന്നതും തങ്ങളെ കൊല്ലാൻ നോക്കിയത് എന്നും ക്രിസ്റ്റി കോടതിയിൽ പറഞ്ഞതോടെ ഡയാന് കുറ്റം സമ്മതിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ലാതായി. കാമുകനോടൊപ്പം ജീവിക്കാനായി മക്കളെ ഒഴിവാക്കാൻ നോക്കിയതാണ് എന്ന് അവൾ കുറ്റസമ്മതം നടത്തി. കേസിലെ വിചാരണ പൂർത്തിയാക്കിയ കോടതി ഡയാന് ജീവപര്യന്തം കൂടാതെ 50 വർഷം തടവും ശിക്ഷയായി വിധിച്ചു. കേസിലെ വിചാരണ സമയത്തും ഡയാൻ പ്രഗ്നന്റ് ആയിരുന്നു. ജയിലിൽ വെച്ച് അവൾ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. എന്നാൽ കുട്ടിയുടെ അച്ഛനാരാണെന്ന് വെളിപ്പെടുത്താൻ അവൾ തയ്യാറായിരുന്നില്ല. എമി എലിസബത്ത് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. വിചാരണയെല്ലാം പൂർത്തിയായതിനു ശേഷം ഈ കേസിലെ പ്രോസിക്യൂട്ടറായ ഫ്രെഡും അദ്ദേഹത്തിന്റെ ഭാര്യ ജോവാനും ചേർന്ന് ഡയാന്റെ മക്കളായ ക്രിസ്റ്റിയെയും ഡാനിയെയും ദത്തെടുത്തു. ഇന്ന് 49 വയസ്സുള്ള ക്രിസ്റ്റി വിവാഹം കഴിച്ച് കുടുംബവുമൊത്ത് സുഖമായി ജീവിക്കുന്നു. ക്രിസ്റ്റിക്ക് ആദ്യമായ ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ തന്റെ മരിച്ചുപോയ സഹോദരിയായ ഷെറിലിന്റെ പേരാണ് അവർ ആ കുട്ടിക്ക് നൽകിയത്. അതുപോലെ 44 വയസ്സുള്ള ഡാനിയും സന്തോഷമായി ജീവിക്കുന്നു. എന്നാൽ ഡയാൻ ജയിലിനകത്ത് വെച്ച് പ്രസവിച്ച എമി എലിസബത്തിന്റെ ജീവിതം ദുരിതങ്ങൾ നിറഞ്ഞതായി. എമി എലിസബത്തിനെയും ഒരു കുടുംബം ദത്തെടുക്കുകയും റെബേക്ക എന്ന് പേരുമാറ്റുകയും ചെയ്തു. എന്നാൽ ടീനേജ് പ്രായത്തിലെത്തിയപ്പോൾ റെബേക്ക അവളുടെ ബയോളജിക്കൽ പാരന്റ്സിനെ അന്വേഷിച്ചു തുടങ്ങി. ഒരു ഘട്ടത്തിൽ തന്റെ അമ്മ ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ഡയാനാണ് എന്ന സത്യം അവൾ മനസ്സിലാക്കി. തന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ച് റെബേക്ക ഡയാന് നിരവധി കത്തുകൾ അയച്ചെങ്കിലും ഡയാൻ അത് വെളിപ്പെടുത്തിയില്ല. ഒരു ക്രിമിനലായ അമ്മയ്ക്ക് അവിഹിത ബന്ധത്തിലുണ്ടായ മകളാണല്ലോ താനെന്ന ചിന്ത റെബേക്കയെ മാനസികമായി തളർത്തി. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ അവൾ കുത്തഴിഞ്ഞ ഒരു ജീവിതത്തിലേക്ക് കടന്നു. 17-ാം വയസ്സിൽ പ്രഗ്നന്റ് ആവുകയും ഒരാൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു. പിന്നീട് ആ കുട്ടിയെ മറ്റൊരു കുടുംബത്തിന് ദത്തുകൊടുത്തു. ഇന്ന് 40 വയസ്സുള്ള റെബേക്ക പതിയെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും സ്വന്തം മകനെ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന വേദനയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ. ഇന്ത്യൻ ക്രൈം സ്റ്റോറികൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്.